മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ആഗോളതലത്തിലുള്ള ജിഹാദിന്റെ ഭാഗമായിട്ട് അമേരിക്കയിലെ ലോസ് ആഞ്ചലസിൽ നടന്ന തീ പടരുന്നു, നഗരങ്ങൾ കത്തിയമർന്നു. പ്രത്യേകിച്ച് ഹോളിവുഡ് ഐക്കൺ പോലും, ആ ഒരു പ്രധാനപ്പെട്ട ഐക്കൺ പോലും കത്തിയമരുന്നു എന്നൊക്കെ പറഞ്ഞ് ആഗോളതലത്തിൽ ജിഹാദികൾ ഇറക്കുന്ന വീഡിയോകള് നമ്മുടെ കേരളത്തിലെ സകല ജിഹാദികള്, തീവ്ര ചിന്താഗതിക്കാര്, ഹമാസ് അനുകൂല തീവ്രവാദ അനുകൂലികള് സകലരും വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. അതൊക്കെ തന്നെ പൊളിച്ചെറിഞ്ഞുകൊണ്ട് ഒരു അമേരിക്കൻ മലയാളി തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോ ഇവിടെ കൊടുക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ കേരളത്തിൽ ഇത്തരം പ്രചരിപ്പിക്കുന്ന, ഉദാഹരണത്തിന് ഒരൊറ്റ വീഡിയോ ഞാൻ ഇവിടെ കൊടുക്കാം. ഏത് രീതിയിലാണ് ഇവരൊക്കെ പ്രചരിപ്പിക്കുന്നത് എന്ന് പൊതുസമൂഹത്തിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയകളിലൂടെ വലിയ രീതിയിലാണ് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെയൊക്കെ വലിയ ആവേശത്തിൽ തന്നെയാണ് ഇതൊക്കെ ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ കൊടുക്കുന്ന വ്യക്തിയുടെ പേര് ഹാഫിസ് അൻവർ മന്നാനി എന്നാണ്. ഇത് ഇൻസ്റ്റഗ്രാം പേജിൽ പോയിട്ട് ആർക്കും സെർച്ച് ചെയ്ത് നോക്കിയാലും കാണാൻ സാധിക്കുന്നതാണ്. പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് തന്നെയാണ് ഈ വ്യക്തി ഈ മണ്ടത്തരം വിളിച്ചു പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഈ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് തന്നെ ലോസ് ആഞ്ചലസ് നഗരം കത്തിയമരുന്ന വീഡിയോ ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അത് AI ആണ് എന്നതാണ് നമ്മൾ ഇവിടെ തുറന്നു കാണിക്കുന്നത്. ഈ വ്യക്തി പറയുന്ന ലോസ് ആഞ്ചലസിനെ കുറിച്ചുള്ളതൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ഏതായാലും ഇതൊന്ന് കേട്ടു നോക്കൂ. അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഏതാണ്ട് 46ാമത്തെ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിന് വരുന്നതിന് മുമ്പ് അതാ ഹമാസ് ബന്ദികളാക്കിയ സകലരെയും വിട്ടയച്ചില്ലെങ്കിലോ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ നരകമാക്കുമെന്ന് കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. സഹോദര, മനസ്സിലാക്കണം, ചിന്തിക്കണം. കോടിക്കണക്കിന് ഡോളറുകൾ മുടക്കി ഗസ എന്ന് പറയുന്ന പാവപ്പെട്ട മുസ്ലിം രാജ്യത്തെ ചുട്ടരിച്ച് കളയുമ്പോൾ, ഫലസ്തീനികളെ നിർദാഷ്ട്യം കൊന്നൊടുക്കി കളയുമ്പോൾ, ഇന്ന് അമേരിക്കയിലെ ലോസ് ആഞ്ചലസ് എന്ന് പറയുന്ന പ്രദേശത്തോ വല്ലാത്ത തീയാണോ, ആളിപ്പടരുന്ന തീപിടുത്തമാണോ, ആളുകൾ വെന്ത് മരിക്കുകയാണോ? 15,000 കോടി ഡോളറാണ് അമേരിക്കക്ക് നഷ്ടം വന്നതോ. ഏത് പാവപ്പെട്ട സമുദായത്തെയാണോ നരക ജീവിതത്തിലോട്ട് തള്ളിവിടുമെന്ന് പറഞ്ഞതോ. അല്ലാഹുവേ, അഹങ്കാരം തുടങ്ങിയപ്പോൾ, അഹങ്കരിച്ചപ്പോൾ നിങ്ങൾക്കെതിരെ നീചമായ കുതന്ത്രങ്ങൾ പ്രയോഗിക്കുന്നവർക്കെതിരിൽ മിൻ ഹൈസു ലാ യശ്ഉറൂൻ, അവര് പോലും അറിയാതെ പ്രതീക്ഷിക്കാത്ത വഴികളിൽ കൂടി അവരെ അല്ലാഹു ശിക്ഷിക്കും. നിങ്ങൾ കേട്ടില്ലേ? ലോസ് ആഞ്ചലസ് പ്രദേശം, നഗരമൊക്കെ എന്നിട്ട് അതേ വീഡിയോ ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് AI ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്ത വീഡിയോ ആണ് എന്ന് ഈ തിരുമണ്ടന്മാർക്ക് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. ഇത് ഒരു ഉദാഹരണം മാത്രം ഞാൻ അവിടെ വീഡിയോ കൊടുത്തത്. ഒരുപാട് ആളുകൾ ഇങ്ങനെ പ്രസംഗിക്കുന്നുണ്ട്, സോഷ്യൽ മീഡിയകളിലൂടെ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഹമാസ് അനുകൂല തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള സകലരും വലിയ ആഘോഷത്തിൽ അവർ തീ പടർന്ന്. നമ്മൾ ഓർക്കേണ്ടത് ഗാസയിലെ മനുഷ്യത്വം പറയുന്ന ഊളകളാ ഒരു സ്ഥലത്ത് തീ പടരുന്നതിൽ സന്തോഷിക്കുന്നത്. ഇവരെന്ത് തരത്തിലുള്ള മനുഷ്യത്വം ഉയർത്തിപ്പിടിക്കുന്നത്? ഒറ്റ മനുഷ്യത്വം, മതം നോക്കി മാത്രമേ മനുഷ്യത്വം കാണൂ. ഇവര് ഈ പറയുന്ന സിറിയയിൽ തമ്മിൽ തല്ലുള്ളത് കാണുകയില്ല. ഒരു പ്രത്യേക തരം മനുഷ്യത്തുള്ള കുറച്ച് ആളുകളാണ് നമ്മൾക്കിടയിലുള്ളത്. ഇവർക്ക് വലിയ അപകടകാരികളാ. ഹമാസിനെതിരെ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപനം നടത്തുമ്പോൾ അത് സമുദായത്തിനെതിരെയാണെന്ന ഈ വൃത്തികെട്ടവരൊക്കെ വിളിച്ചു പറയുന്നത്. ഹമാസ് എന്ന ഭീകര സംഘടനയാണ്, നശിപ്പിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. അത് ലോക സമാധാനത്തിന് അത് തന്നെ ചെയ്യുകയും വേണം. ഇവരൊക്കെ ഒന്ന് മനസ്സിലായി, ലോസ് ആഞ്ചലസ് നഗരത്തിലല്ല ഈ തീ പടരുന്നത്. കാലിഫോർണിയൻ മലനിരകളിലാണ് ഈ തീ പടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ തീ പടർന്നിട്ടുള്ളത് അതൊരു നഗരപ്രദേശമല്ല. അത് ലോകത്തിലെ തന്നെ അതിസമ്പന്നരായിട്ടുള്ള ആളുകളാണ് അവിടെ ആഡംബര സൗധങ്ങളുള്ളത്. അത് അടുപ്പിച്ചുള്ള ഒരു നഗരപ്രദേശമൊന്നുമല്ല. ആഡംബര സൗധങ്ങളുള്ള ഒരു മലനിരകളാണ്. ആ മലനിരകളിലാണ് തീ പടർന്നിട്ടുള്ളത്. അത് പരമാവധി പെട്ടെന്ന് തന്നെ നിയന്ത്രണത്തിലേക്ക് അമേരിക്ക എത്തിക്കുന്നുമുണ്ട്. നമ്മൾ പ്രത്യേകം ഓർക്കണം, 24 ആളുകളെ, ലേറ്റസ്റ്റ് വാർത്തയാ, മാത്രമാണ് അവിടെ മരണപ്പെട്ട്. നമ്മൾ ഒരാളുടെ ജീവന് പോലും വലിയ വില കൽപ്പിക്കുന്നുണ്ട്. എന്നാലും ഇവര് പറയുന്ന ആ ഒരു തീ ആളിക്കത്തുന്നു, എന്തുരുകുന്നു എന്നൊക്കെ പറയുമ്പോൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാ. എന്നാൽ ഇവര് മനസ്സിലാക്കേണ്ട മറ്റൊരു യാഥാർത്ഥ്യമല്ലേ, ഗാസയിൽ പോലും കനത്ത മഴ കാരണം വെള്ളം തെറ്റികളിൽ കയറിയിട്ട്
കേവലം 10-15 ദിവസമുള്ള കുഞ്ഞുങ്ങൾ പോലും, പ്രായമുള്ള കുഞ്ഞുങ്ങൾ പോലും അവിടെ മരണപ്പെടുന്നുണ്ട്. അത് പ്രകൃതി ദുരന്തല്ലേ? എന്നാൽ ഇവരൊക്കെ പറഞ്ഞ ഈ പറയുന്ന ലോസ് ആഞ്ചലസിലെ നഗരം എന്നൊക്കെ പറയുന്നത് അമേരിക്കൻ മലയാളി മുന്നോട്ട് വെച്ചത് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അതെ, ഹോളിവുഡ് സൈൻ ഒക്കെ കത്തിപ്പോയോ? ഞാൻ നേരത്തെ ഇട്ടിരുന്ന ഒരു ഹോളിവുഡ് സൈൻ ബോർഡിന്റെ റീലിന്റെ താഴെ കുറെ പേര് വന്ന് പറഞ്ഞിട്ടുണ്ട് ഹോളിവുഡ് സൈൻ ഒക്കെ കത്തിപ്പോയി, നിന്ന് കത്തുവാണ്. ഞാനിവിടെ നിൽക്കുന്നത് ജാനുവരി 11 സാറ്റർഡേ ഉച്ചയ്ക്ക് 1 മണിക്കാണ് കേട്ടോ. നിങ്ങൾ നോക്കിക്കേ, ഞാനിപ്പോ ഹോളിവുഡ് സൈൻ ബോർഡിന്റെ താഴെയാണ് നിൽക്കുന്നത് കേട്ടോ. മാത്രമല്ല ഇത് ഹോളിവുഡ് ഹിൽസ് ആണ്, എല്ലാം പഴയ പോലെ തന്നെ ഉണ്ട്. ശരിയാണ്, ഹോളിവുഡ് ഹിൽസിൽ ഫയർ ഉണ്ടായി, പക്ഷേ അത് 24 മണിക്കൂറിനകം സ്റ്റോപ്പ് ചെയ്യാൻ പറ്റി. മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള എയർക്രാഫ്റ്റുകളുടെ സഹായത്തോടെ ഇത് സ്റ്റോപ്പ് ചെയ്തത് കേട്ടോ. ഈ ഹോളിവുഡ് ഹിൽസ് എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ ഹില്ലല്ല കേട്ടോ, ഒരുപാട് ഹിൽസ് ചേർന്നിട്ടുള്ള വലിയൊരു ഏരിയ ആണ്. ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്തു നിന്ന് 8 മൈൽ ദൂരത്തിലാണ് ഫയർ ഉണ്ടായത്. നിങ്ങൾ ഈ ഹോളിവുഡ് ഹിൽസ് ഒക്കെ നോക്കിക്കേ. ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഏതൊക്കെയോ ആളുകള് ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള AI ക്രിയേറ്റഡ് വീഡിയോസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ മുഴുവൻ. അതായത് ഹോളിവുഡ് സൈൻ ബോർഡ് കത്തുന്നത്, ലോസ് ആഞ്ചലസ് സിറ്റിയുടെ ബിൽഡിങ്ങിന്റെ ഒക്കെ മുകളിൽ തീയ്, അതൊക്കെ വെറുതെയാ കേട്ടോ. നമ്മുടെ പേജിലുള്ള ആളുകൾക്കെങ്കിലും ഇത് മനസ്സിലാകട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് സിറ്റിയിലോട്ട് ഇറങ്ങിയത് കേട്ടോ. ലോസ് ആഞ്ചലസ് സിറ്റി നോക്കിക്കേ, ഹോളിവുഡിന്റെ ലോങ് വ്യൂ കണ്ടോ? ഹോളിവുഡ് ഹിൽസിലെ സെലിബ്രിറ്റീസ് ഒക്കെ താമസിക്കുന്ന ഒരു റെസിഡൻഷ്യൽ ഏരിയ ഇത് കണ്ടോ. ഇവിടെ ഫയർ ഒന്നും ഉണ്ടായിട്ടില്ല. വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഹോളിവുഡ് ബുലവാർഡിലാണ്. ഇവിടുന്ന് അങ്ങോട്ടാണ് ഹോളിവുഡ് വാക്ക് ഓഫ് ഫെയിം. ക്യാപിറ്റോൾ റെക്കോർഡ്സിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. നിങ്ങൾ കണ്ടില്ലേ ഈ അമേരിക്കൻ മലയാളി കാണിച്ചിട്ടുള്ള ഈ ഒരു വീഡിയോയിലുള്ള സ്ഥലങ്ങളൊക്കെ കത്തി നശിച്ചതുപോലെയാ ഇവിടെയുള്ള സകല സുഡുക്കളും തീവ്ര ചിന്താഗതിക്കാരായ ഹമാസ് അനുകൂലികളൊക്കെ തന്നെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അതിൽ വലിയ ആവേശവും കണ്ടെത്തുക. ഇവരാണെങ്കിൽ ഗാസയിലെ മനുഷ്യത്വം പറയുന്ന ആളുകളും. ഗാസയില് 10-15 പ്രായം മാത്രമുള്ള കുഞ്ഞുങ്ങൾ മരണപ്പെടുന്നുണ്ട്. എന്താ കാരണം? കടുത്ത തണുപ്പിനാൽ. അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ കൃത്യമായിട്ട് വാർത്ത വരുന്നുണ്ട്. അതും മറ്റൊരു തരത്തിലുള്ള പ്രകൃതി ദുരന്തല്ലേ? ഇനി ഗാസയെ പിന്തുണയ്ക്കുന്ന തുർക്കിയില് 1.5 ലക്ഷത്തിലേറെ ആളുകളാ മരണപ്പെട്ടത് ഭൂചലനം ഉണ്ടായിട്ട്. അതിനേക്കാളേറെ ആളുകളെ കാണാനില്ല. ഗാസയെ പിന്തുണച്ച തുർക്കിയുടെ കഥയാ പറയുന്നത്. അപ്പൊ ഇവിടെ 24 ആളുകൾ മരണപ്പെട്ടപ്പോഴേക്കും ഇത് മറുപടിയാ എന്നൊക്കെ പറയുന്നത്. അപ്പോ ഇവരൊക്കെ മുന്നോട്ട് വെക്കുന്ന ഗാസയെ പോലും തീരെ താല്പര്യമില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഗാസയിൽ പ്രകൃതി ദുരന്തം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ 1-2 ആഴ്ചകൾക്ക് മുമ്പുള്ള വാർത്തയാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അവിടെയുള്ള കുഞ്ഞുങ്ങൾ മരണപ്പെടുന്നു എന്നുള്ളത് കടുത്ത തണുപ്പ് കാരണോ? അതും മറ്റൊരു തരത്തിലുള്ള പ്രകൃതി ദുരന്തം തന്നെയല്ലേ? സൗദി അറേബ്യയില്, UAE-യില് ഇവിടെയൊക്കെ തന്നെ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പല രീതിയിൽ വെള്ളപ്പൊക്കമായിട്ട്, മഴ പെയ്തിട്ട്, ഭൂചലനമായിട്ട്. ഈ ഗാസയെ പിന്തുണക്കുന്ന എത്ര രാജ്യങ്ങളിൽ ഗാസയിൽ തന്നെ അവസ്ഥയുണ്ട്. അതൊന്നും ഈ വൃത്തികെട്ടവന്മാര് കാണുന്നില്ല. എന്നിട്ട് ഹമാസിനെ നശിപ്പിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് സമുദായത്തിനെതിരെയാണ്, മുസ്ലിങ്ങൾക്കെതിരെയാണെന്നൊക്കെ പറയുന്ന നെറികെട്ടവനൊക്കെ നമ്മുടെ കേരളത്തെ ഭിന്നിപ്പിക്കാനല്ലേ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഏതായാലും അമേരിക്കൻ മലയാളി ഇതുപോലെ കൃത്യമായിട്ടൊരു വീഡിയോ പുറത്തുവിട്ടതോട് കൂടിയിട്ട് ഇവിടെയുള്ള സകല സുഡുക്കളും വലിയ നിരാശയിലാണ് എന്നുള്ളതാണ് വലിയ യാഥാർത്ഥ്യം.